അനൂപ് ഷൺമുഖൻ എന്തായാലും മത്സരം കണ്ട ഒരു ആവേശത്തിൽ ഇരിക്കുകയായിരിക്കും തോന്നുന്നു. ആവേശകരമായ മത്സരം തന്നെയായിരുന്നു. എന്ത് തോന്നുന്നു? എങ്ങനെ വിലയിരുത്താം? ഓക്കെ, ഏഷ്യ കപ്പിൽ അങ്ങനെ ഇന്ത്യ വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യ കിരീടം നേടിയിരിക്കുന്നു. ഏഷ്യ കപ്പ് ഇന്ത്യക്ക് പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ മത്സരമായിരുന്നു കണ്ടത്. അനൂപ് ഷൺമുഖൻ ചേരുന്നുണ്ട്. അനൂപ് ഷൺമുഖൻ, ഞാൻ ചോദിക്കായിരുന്നു, മത്സരം കണ്ടു, എങ്ങനെ വിലയിരുത്താം? ശ്രുതി, എന്താ പറയുക, അത് ഒരു ഇന്ത്യ പാക് ഫൈനൽ, അതിന് ചേരുന്ന തരത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും താരങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഏകപക്ഷീയമായി മാറിപ്പോകുന്ന ഒരു മത്സരം, ഇന്ത്യ പാക് മത്സരം. അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷെ ഫൈനലിലേക്ക് വന്നപ്പോൾ അതിന്റെ പരമോന്നത വീറും വാശിയും കണ്ടു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, പറയുന്നവരെല്ലാവരും നമ്മൾ ബാറ്റ്സ്മാൻമാരുടെ കാര്യം മാത്രമാണ് എടുത്തു പറയുന്നത്. തിലക് വർമ്മയുടെയും സഞ്ജുവിന്റെയും ഒപ്പം പിന്നീട് വന്ന ശിവം ദുബൈയുടെയും കാര്യം പറയുമ്പോഴും ഈ നേട്ടത്തിലേക്ക് ഇന്ത്യയെ നയിച്ച 4 ബൗളർമാരുടെ കാര്യം നമ്മൾ ഒട്ടും മറന്നുപോകാൻ പാടില്ല. അതിൽ എടുത്തു പറയേണ്ട കാര്യം കുൽദീപ് യാദവിൻ്റെതാണ്. പിന്നെ വരുൺ ചക്രവർത്തി ഉണ്ട്. അതിന് പിന്നാലെ ജസ്ബീർ ബുംറയുടെ 2 വിക്കറ്റുകളുണ്ട്. ഇക്കാര്യങ്ങൾ, അതായത് ഒരു ഘട്ടത്തിൽ 9.4 ഓവറിൽ പാകിസ്ഥാന്റെ ആദ്യ വിക്കറ്റ് വീഴുമ്പോഴേക്കും അവരുടെ സ്കോർ എന്ന് പറയുന്നത് ഏതാണ്ട് 100 റൺസിന് അരികിലെത്തിയിരുന്നു. അത് ഒരു 200 റൺസിന് അപ്പുറത്തേക്ക് പോകാമായിരുന്ന ഒരു സ്കോറിനെ പിടിച്ചു നിർത്തുകയും മത്സരം അതിവേഗത്തിൽ, സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ട്രോളുകൾ പ്രചരിക്കുന്നുണ്ട്. അതായത് ഡ്രിങ്ക്സ് സമയത്ത് ഒരു ചായ കുടിക്കാനോ ഡ്രിങ്ക്സ് കഴിക്കാനോ പോയ പാകിസ്ഥാൻ ആരാധകർ TV തിരിച്ചു വെക്കുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാത്ത അവസ്ഥയിൽ നിന്ന് അവർ പോയ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി എന്ന തരത്തിലുള്ള ട്രോളുകൾ ഇപ്പോൾ സജീവമാണ്. നമ്മൾ ആ ഒരു നേട്ടത്തെ ഒട്ടും കുറച്ച് കാണരുത്. കാരണം ഈ 146, അതായത് വിക്കറ്റ് നഷ്ടം കൂടാതെ 100 റൺസോളം എത്തിയ അവർ 146 ഒതുങ്ങിയെങ്കിൽ അതിന് മുഖ്യ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കുൽദീപ്. നമ്മൾ ഈ മത്സരം തുടങ്ങുന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. കാരണം നമുക്കറിയാം, ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ഈ നിർണായകമായ പങ്ക് വഹിച്ച 2 താരങ്ങളാണ് കുൽദീപ് യാദവും ഒപ്പം വരുൺ ചക്രവർത്തിയും. ന്യൂസിലൻഡിന്റെ മത്സരം പിടിച്ചെടുക്കുന്ന 2 താരങ്ങൾ, അവരെ കണ്ടു നിർണായക വിക്കറ്റുകൾ വീഴ്ത്തുന്ന, വഴിത്തിരിവുണ്ടാക്കുന്ന താരങ്ങളായിരുന്നു അവർ 2 പേരും. ആ ഒരു മികവ് ഫൈനലിൽ നമ്മൾ പ്രതീക്ഷിച്ചാണ്, അത് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ആ 2 പേരുടെ പ്രകടനം നിർണായകമായിട്ടുണ്ട്. ഒപ്പം അക്ഷർ പട്ടേലിന്റെ പ്രകടനം നിർണായകമായിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ കൂടി ഒരു പ്രകടനം നമ്മൾ ഈ ഘട്ടത്തിൽ ഒട്ടും മറന്നു പോകാൻ പാടില്ല. എന്തായാലും ആശിച്ച ആ വിജയം നേടി വന്നിരിക്കുന്നു. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രതീക്ഷ ഒരു കാര്യം ഇന്ന് ഫൈനൽ സംഭവിച്ചു, ഭയന്ന കാര്യം സംഭവിച്ചു. അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഓപ്പണർ തുടക്കത്തിലെ പരാജയപ്പെടുന്നു. ആ ഒരു തിരിച്ചടിയിൽ നിന്നും ഇന്ത്യ എത്ര വേഗം കരകയറുമെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. എന്തായാലും സൂര്യകുമാർ യാദവും വീണ്ടും പരാജയപ്പെട്ടെങ്കിലും സഞ്ജുവിന്റെ ഒരു പാർട്ണർഷിപ്പ്, തിലക് വർമ്മയുടെ ഒരു ഉറച്ച പോരാട്ടം, പിന്നാലെ വരുന്ന ശിവം ദുബൈയുടെ പോരാട്ട വീര്യം, കൂട്ടുകെട്ടുകൾ, 2 മികച്ച കൂട്ടുകെട്ടുകൾ സാധിക്കുന്നു. ഒപ്പം ഇന്ന് ടീം ലൈനപ്പിൽ ഏറ്റവും പ്രതീക്ഷിച്ചൊരു താരം റിങ്കു സിംഗ് തന്നെയായിരുന്നു. അദ്ദേഹം ഫൈനലിൽ ഇടം പിടിക്കുകയും അദ്ദേഹം വരികയും നിർണായകമായ ഒരു ഘട്ടത്തിൽ നേരിട്ട് ആദ്യ പന്തിൽ തന്നെ, അതായത് പിന്നെ പന്തുകൾ ബാക്കിയുണ്ടെങ്കിൽ പോലും ആ ഒരു ഘട്ടത്തിൽ ഒരു ബൗണ്ടറി തന്നെ അനിവാര്യമായിരുന്നു. കാരണം പന്തുകൾ നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല അവസാന നിർണായകമായ ഒരു ഓവറിൽ നിൽക്കുമ്പോൾ. ആ ഒരു ഹിറ്റോടുകൂടി അദ്ദേഹം ബൗണ്ടറി വായിച്ച് ആ വിജയം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. എന്തായാലും 9ാമത്തെ ഏഷ്യ കപ്പ് എന്നുള്ള ഏഷ്യയിലെ എതിർവെക്കാത്ത ചാമ്പ്യന്മാരെന്ന പദവിയിലേക്ക് തന്നെ ഇന്ത്യ പോയിരിക്കുന്നു. പാകിസ്ഥാന് കേവലം 2 തവണ മാത്രമാണ് ഈ ട്രോഫി നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ തന്നെ ഈ 2 ടീമുകളുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇത് വലിയ സന്തോഷം നൽകുന്ന ഒരു ടൂർണമെന്റ് ആണ്. നമ്മുടെ ഈ ഒരു വിജയത്തോടു കൂടി നമുക്ക് ഈ ടൂർണമെന്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മോശം അനുഭവങ്ങളെയും മോശം മുഹൂർത്തങ്ങളെയും ഒക്കെ മായ്ച്ചു കളയാം. കാരണം അതിനെയൊക്കെ മറക്കാവുന്ന, അതിനപ്പുറത്തുള്ള ഒരു മുഹൂർത്തം, ഒരു വിജയമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം സമ്മാനിച്ചിരിക്കുന്നത്. ശ്രുതി, ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇന്ത്യ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് വിജയം നേടിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 2 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് മറികടന്നത്. ആവേശകരമായ മത്സരമായിരുന്നു.